ലൈഫിൽ ഏറ്റവും വിഷമം തോന്നിയൊരു മൊമെന്റ് ഉണ്ടോ? ലൈഫിലെ എന്റെ ഏറ്റവും വലിയ വിഷമം തോന്നിയ മൊമെന്റ് പറഞ്ഞാല് എന്റെ ഒപ്പല്ലോലി എന്നെ ചതിച്ചപ്പോൾ തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം ഇതുവരെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. ഇതുപോലെ തന്നെ ലൈഫിൽ പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ലൈഫിൽ ഇതുപോലെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്താ? ഒരിക്കലും ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കരുത്, ഒരിക്കലും ഒരു കാര്യങ്ങളും തുറന്ന് പറയരുത്, എപ്പോഴും ആരും വിശ്വസിക്കരുത്. ഈ പറഞ്ഞ മാതിരി ഗെയിമിങ്ങിനൊക്കെ നല്ല ഓഫർ വന്നിനാ. ഗെയിമിങ്ങിന്റെ ആപ്പൊക്കെ ഉണ്ടല്ലോ, ഞാൻ ആ റീച്ച് അയക്കുന്ന ടൈമിലാണ് ഈ സാധനമൊക്കെ ഇങ്ങനെ കയറുന്നത്. 12 ലക്ഷം റുപ്യൊക്കെ ഒരു എന്തോ ഒരു ഗെയിമിംഗ് ഉണ്ട്, രാജേ ചെയ്തിട്ടുണ്ട്. എനിക്ക് 12 ലക്ഷം റുപ്യൊക്കെ ഓഫർ ചെയ്താ, പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കുന്ന പൈസ ഒന്നിനും നല്ലതല്ല. നമ്മളോട് ആൾക്കാർക്ക് ഒരു സാധനമാണല്ലോ. ഇപ്പോൾ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഓനോടൊരു ഒരു ലവ് ഉണ്ടല്ലോ ആൾക്കാർക്ക്, അതാണ് വേണ്ടത്, അല്ലാതെ ഫോളോവേഴ്സിലൊന്നും കാര്യം. ഇപ്പോൾ സംഭവം മാഷാ അല്ലാഹ് പണിയൊന്നുമില്ല, ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി ലൈഫാണ്. പക്ഷേ ഇത് എത്താൻ ഞാൻ ഒരു ഏകദേശം ഇപ്പോൾ ഒരു 7-8 കൊല്ലമായിക്കണ് ഈ സോഷ്യൽ മീഡിയക്ക് വന്നിട്ട്. പക്ഷെ അത്ര കൊല്ലം ഞാൻ വർക്ക് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ അത്ര കൊല്ലം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നീന്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് കൺസിസ്റ്റൻസിയാണ് മെയിൻ. ഡെയിലി നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കയറും. ഒരു സമയം ഞാൻ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ആളുടെ ഇന്റർവ്യൂവിൽ ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അതായത് എനിക്ക് കല്യാണം കഴിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. അതെ അതെ, അതിനു വേണ്ടിയിട്ട് അവൻ സേവ് ചെയ്യുന്നതും ഈ റീൽസ് പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഈ ഏത് പ്രായത്തിലുള്ള കല്യാണം കഴിക്കുന്നത്? എനിക്കിപ്പോ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയല്ല, ഈ ഒരു ഏജിൽ അങ്ങനെ എന്റെ കല്യാണം പുറത്തുണ്ടാവും. എന്റെ എല്ലാ എക്സിനോടും ബൈ ബൈ പോവുകയാണ്. ശരിക്കും കല്യാണം കഴിക്കുന്നത് അങ്ങനെയല്ല, കല്യാണം കഴിക്കണം പറഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് സെറ്റിൽ ആവണം. ഫസ്റ്റ് നീ എന്താ പറഞ്ഞേ? കല്യാണമൊക്കെ കഴിക്കേണ്ട ഒരു സുഖമൊക്കെ വേണ്ട ജീവിതത്തില്. അങ്ങനെ നീ അതും വേണം, അതാണ് മെയിൻ. നീ അതും പറ. അതും ഉണ്ടാവല്ലോ. പിന്നെ ഫോക്കസ് എടുത്താനാ. പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി പണ്ഡിതൻ, അനുഭവം പഠിപ്പിക്കുന്നവൻ പൂർണ്ണ പണ്ഡിതൻ. ഇതിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കുന്നു. പഠിക്കുന്നവൻ പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി, ഹാഫ് പാതി, പാതി. പഠിപ്പിച്ചാൽ പറ്റുന്നവൻ പാതി, പണ്ഡിതൻ മണ്ടൻ അല്ലേ? മാം, ബാമോ? ടീച്ചർ, അനുഭവം പഠിപ്പിക്കുന്നവൻ, പൂർണ്ണ പണ്ഡിതൻ. പൂർണ്ണ പണ്ഡിതൻ, പൂർണ്ണ തെറിയാണോ? പൂർണ്ണ അനുഭവം പഠിപ്പിക്കുന്നവൻ പൂർണ്ണ പണ്ഡിതൻ, മണ്ടൻ. ഇപ്പൊ 2K അല്ലേ? 2K 1 മില്യൺ സോറി 2K കിട്ടില്ലേ? അതെ. അല്ല, ഓള് 80 അല്ലേ? അല്ല 90. ഞാനോള് ഇങ്ങനെ ഒപ്പം ഇങ്ങനെ എന്റെ കോളേജിലാണ് ഓള് പഠിച്ചിരുന്നത്, ബാംഗ്ലൂര്. ഞാനും ഓളെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. അതിൽ ഓളമ്മ ഇങ്ങനെ ഇരുന്ന് വിളിക്കണ്ട. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്, സൂപ്പർവാവ എന്റെ കോളേജിൽ അത്രേ, അവന്റെ മുമ്പ് കൂടി ഒന്നും പോവല്ലേ. സത്യത്തില് ശരിക്കുണ്ടായതാ. എന്റെ അപ്പുറത്ത് പറയണേ, പാവം. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കണ്ടുകൊണ്ടിരിക്കുന്ന സൂപ്രഭാവ ഉണ്ടല്ലോ. അപ്പൊ നമ്മൾ ഇങ്ങനെയായിരിക്കും സൂപ്രഭാവ, ഇങ്ങനെയായിരിക്കും സംസാരിക്കുക എന്നൊക്കെ ഓൾറെഡി നമ്മുടെ മനസ്സിലൊരു ധാരണയുണ്ടോ? പക്ഷെ നേരിട്ട് പരിചയപ്പെട്ടപ്പം എങ്ങനെയായിരുന്നു? അത് മാറിയോ? അങ്ങനെ തന്നെയാണ് സംസാരിക്കുക. പക്ഷെ ലൈക് വീഡിയോസിലുള്ള പോലെ ഫുൾ ടൈം ഹാപ്പി, ഫുൾ ടൈം ചില്ല, അങ്ങനെയല്ല. അത് മനുഷ്യന്മാരങ്ങനെ ആവോ? ചെറിയ കാര്യം മതി, ചെറിയ കാര്യത്തിന് ഇങ്ങനെ വിഷമിച്ച് ഇങ്ങനെ മാറിയിരിക്കണ കാണാം. നമ്മളിങ്ങനെ പിടിച്ച് അവിടെ നിന്ന് ഇങ്ങനെ വലിക്കണം, ലൈക്ക് ഓക്കെ ആവോ ഓക്കെ ആവെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വലുതായി തോന്നും. ഇപ്പൊ സങ്കടമാണെങ്കിൽ അത് നല്ല സങ്കടം. ഒന്നുമില്ല, ഇപ്പൊ ഒരു റീലിൽ ഒരു നെഗറ്റീവ് കമന്റ് വന്നു, ചിലപ്പോ ഒരു 100 നല്ല കമന്റ്സിൽ ഒരു നെഗറ്റീവ് കമന്റ് ഉണ്ടാവുള്ളൂ. ആ ഒരു നെഗറ്റീവ് കമന്റ് വെച്ചിട്ട് ഇങ്ങനെ ബാഡ് ആയിട്ട് ഞാൻ എല്ലാ കമന്റ്സിനും അധികം റീപ്ലൈ കൊടുക്കും. പക്ഷെ പിന്നെ ഈ ആക്ഷൻ ബ്ലോക്ക് വരുന്നോണ്ട് എല്ലാത്തിനും കൊടുക്കാൻ പറ്റില്ല. ഞാൻ കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും കൊടുക്കും. ഇതിലേക്ക് വിഷമ മറ്റവർക്ക് തോന്നുമല്ലോ. പക്ഷെ ഒരുപാട് കമന്റ്സ് വരാറില്ല എല്ലാത്തിനും. പണ്ടൊക്കെ വന്നിന്, ഇപ്പൊ അങ്ങനെ വരില്ല. പക്ഷെ ഇപ്പൊ 1 മില്യൺ ഓൾറെഡി ഫോളോവേഴ്സ് ഒക്കെ ആയി. അതിലൊന്നും കാര്യമില്ല. അതെ, ഫോളോവേഴ്സിലൊന്നും കാര്യമില്ല. ആൾക്കാർക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടത്തിലാണ് കാര്യം. ഫോളോവേഴ്സ് ഇപ്പൊ എന്താ ഗീവ് കൊടുത്താ അതിൽ കാര്യമില്ല. ഞാൻ അങ്ങനെ ഇതാക്കാണ്. നമ്മളോട് ആൾക്കാർക്ക് ഒരു സാധനമാണല്ലോ. ഇപ്പൊ പുറത്ത് പോകുമ്പോൾ ആൾക്കാർ നോക്കുമ്പോൾ ഓനോടൊരു ഒരു ലവ് ഉണ്ടല്ലോ ആൾക്കാർക്ക്, അതാണ് വേണ്ടത്, അല്ലാതെ ഫോളോവേഴ്സിലൊന്നും കാര്യമില്ല.
ഈ പുറത്ത് പോകുന്ന സമയത്ത് ഈ പറഞ്ഞ ലവ് ഒക്കെ ആവശ്യധികം കിട്ടുന്നുണ്ട്? ആവശ്യത്തിലധികം. എനിക്ക് അങ്ങനെ പുറത്ത് പോയിട്ട് ഇന്നേ വരെ ഒരു ഒറ്റ വട്ടം ഉണ്ടായിന്. ഒരു ആൾക്കാർക്ക് ഒരു ഇഷ്ടമില്ലാത്തൊരു സാധനം. അതന്ന് ഒരു എന്തോ ഒരു പരിപാടിക്ക് പോയപ്പോൾ കുറച്ച് ചെക്കന്മാരിങ്ങനെ കളിയാക്കിന്. അതൊന്നുമല്ല, ഈ ഞാനും ഓവറായിട്ട് മറ്റേ കോട്ടും ഒക്കെ ഇട്ട് പോയിട്ട് അത് ഉണ്ടാവുമല്ലോ. ഇതിനെക്കുറിച്ച് ഒരു ഒരു സാധനം ഉണ്ട്. ഒരു സമയത്ത് ഞാൻ ഇന്റർവ്യൂ കാണുന്ന സമയത്ത് ആളുടെ ഇന്റർവ്യൂവിൽ ആൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് എനിക്ക് കല്യാണം കഴിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ. അതെ അതെ, അതിനു വേണ്ടിയാണ് അവൻ സേവ് ചെയ്യുന്നതും ഈ റീൽസ് പ്രൊമോഷൻ ചെയ്യുന്നതിന് വേണ്ടിട്ടാ. കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ. കല്യാണം കഴിക്കണ്ടേ, എന്തായാലും കല്യാണം കഴിക്കണ്ടേ. അപ്പൊ പിന്നെ അതാണ് അടുത്ത ഓപ്ഷൻ. അടുത്തൊരു ഇതാണ്. ഓക്കെ, ഇവര് ജോലിയായി അപ്പ കിട്ടുന്ന പറഞ്ഞത്. ജീവിക്കുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിട്ടാ. അങ്ങനെയല്ല, വേണല്ലോ ജീവിതം. എന്തെങ്കിലും രസമൊക്കെ വേണ്ടേ. യാതെങ്കിലും അങ്ങനെ ഒരു തോട്ട്. ഇപ്പൊ എത്ര ഏജ്? എനിക്ക് 22. 22 ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിക്കുക. കല്യാണം കഴിക്കാന്നല്ല, ഒരു നല്ല ജീവിതം, അത്രേ ഉള്ളൂ. ഇപ്പൊ ആളുകൾ ഇപ്പൊ വിചാരിക്കും, ഇപ്പൊ ഓൾറെഡി ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ആവുന്ന സമയത്ത് അവരെന്ത് ജോലിയൊന്നും ചെയ്യുന്നില്ല, അവർക്ക് ഈസി ആയിട്ട് പൈസ ഉണ്ടാക്കാലോ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അത്ര ഈസി ആണോ ഈ പൈസ ഉണ്ടാക്കണതും? അതെങ്ങനെ, എന്തൊരു പരിപാടിയാണെങ്കിലും ഫസ്റ്റ് നല്ല പണിയെടുത്തിട്ട് തന്നെ അത് നമുക്ക് എത്തുള്ളൂ. ഇപ്പൊ സംഭവം മാഷാ അല്ലാ പണിയൊന്നുമില്ല, ബാക്കിയുള്ളവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര അടിപൊളി ലൈഫാണ്. പക്ഷെ ഇത് എത്താൻ ഞാൻ ഒരു ഏകദേശം ഇപ്പോൾ ഒരു 7-8 കൊല്ലമായിക്കണ് ഈ സോഷ്യൽ മീഡിയക്ക് വന്നിട്ട്. പക്ഷെ അത്ര കൊല്ലം ഞാൻ വർക്ക് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ടൊന്നും വർക്ക് ചെയ്തില്ല. പക്ഷെ അത്ര കൊല്ലം ഞാൻ എൻ്റെ ഒരു ആഗ്രഹം ഇതിങ്ങനെ ചെയ്തുകൊണ്ടേ ഇരുന്നീന്. പിന്നെ ഇപ്പോൾ ഒരു 1.5 year ആയിട്ടാണ് ഞാനിപ്പോൾ ഒന്ന് സെറ്റായത്, ഒന്ന് ക്ലിക്കായത്. അതുവരെ ഞാൻ കഷ്ടപ്പെടണല്ലേ, അന്നൊന്നും നമുക്കൊരു തേങ്ങ കിട്ടണില്ല. അപ്പോൾ ഞാനിത് വിടാതെ പിടിച്ച് ഇതുമ്പോൾ തന്നെ നിന്നുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ആയത്. ഇപ്പൊ ഓൾറെഡി വാവക്ക് ചുറ്റുള്ള എല്ലാവരും, ഇപ്പൊ വാവന്റെ ഫ്രണ്ട്സ് സർക്കിൾ എല്ലാവരും ഓട്ടോമാറ്റിക്കലി ഒരു ഇൻഫ്ലുവൻസർ ആയിട്ട് മാറുകയാണ്. അതിന്റെ ചുറ്റില്ലൊന്നല്ല, രഹസ്യം എന്താ? അതിന്റെ ചുറ്റില്ലൊന്നല്ല. ഇപ്പൊ അങ്ങനെയാണ്. ഇപ്പൊ ഒരു പേരിൽ തന്നെ ഒരു 4 വ്ളോഗർ ഉണ്ടാവും. അതങ്ങനെയാണ്. ആൾക്കാരിപ്പോ ഏറ്റവും സുഖമുള്ള പരിപാടിയല്ലേ, പണിക്കൊന്നും പോണ്ട, കൊളാബ് എടുത്ത് പൈസ ഉണ്ടാക്കുക. ഏത് പണിക്കാ അത്ര സുഖം? ഞാൻ അങ്ങനെ കാണുള്ളൂ. അപ്പൊ എല്ലാരും അതിക്ക് അങ്ങനെ ഇറങ്ങും, അത്രേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ എനിക്ക് ഒരു കോണ്ടന്റ് ക്രിയേറ്റർ ആവണം, അങ്ങനെയാണെങ്കിൽ പുതിയ കുറെ പേര് അവിടെ വീഡിയോ കണ്ടിട്ട് ചോദിക്കും ഇത് എങ്ങനെയാ ചെയ്യണേ, ഞങ്ങളെ കൂടെ ഒന്ന് പഠിപ്പിക്കോ? ശരിക്കും എങ്ങനെയാണ് ഒരു കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്നത്? പഠിപ്പിക്കാനൊന്നുമില്ല. ഇപ്പൊ എനിക്ക് അങ്ങനെ പറയാനൊന്നും അറിയില്ല. ഞാൻ അത്ര വലിയ കോണ്ടന്റ് ക്രിയേറ്റർ ഒന്നുമല്ല. ഞാൻ എന്താ വെച്ചാല് നമ്മളൊരു പുതിയ സാധനം കൊണ്ടുവരണം, അപ്പോൾ നമ്മൾ വിജയിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനം കൊടുക്കുന്നത്, ഒരു വ്ളോഗിങ് ഇങ്ങനെ വോയിസ് ഓവർ കൊടുത്തിട്ട് നമ്മളേതായ ഭാഷയിൽ കൊടുക്കുന്നത് ഞാനാണ് തോന്നുന്നു, അറിയില്ല. ഇപ്പൊ ഒരുപാട് പേരുണ്ട്. വാവയാണ് സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ ഞാൻ വിചാരിക്കുന്നു. കണ്ടിട്ടുള്ളത് വാവയുടേതാണ്. ആ പ്രസന്റേഷൻ, അതിന്റെ കോമഡി സ്പീഡ് ലാഗിങ് ഇല്ലാതെ ചെയ്യുന്നൊക്കെ കണ്ട്. പിന്നെ ഒത്തിരി പേര് ചെയ്യുന്നുണ്ട്. അപ്പോ അത് ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നോണ്ടാണ്. ഇന്നേക്കാൾ ടോപ്പായിട്ട് എത്രയോ ഡെയിലി കണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഒരു ഇത്രക്ക് ഇതില്ല എന്നുള്ളൂ. പക്ഷെ എന്താ വെച്ചാൽ ഞാൻ ഫസ്റ്റ് കൊടുക്കുന്നോണ്ട് സെറ്റപ്പ് ആയി യാത്ര തന്നെയാണ്. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ കണ്ടന്റ് ക്രിയേറ്റേഴ്സിനോട് കൺസിസ്റ്റൻസിയാണ് മെയിൻ. ഡെയിലി നിങ്ങൾ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കയറും. എനിക്ക് അത്ര ഉള്ളൂ പറയാം. എനിക്ക് അത്ര അറിയാം കേട്ടോ ഇതിനെ പറ്റിയിട്ട്. ഞാൻ അങ്ങനത്തെ വലിയൊരു പ്രൊഫഷണലായിട്ട് കൊണ്ടുപോകുന്ന ആളൊന്നുമല്ല. ഞാൻ എൻ്റെ കാര്യങ്ങൾ ഇടണു, എന്തോ കുഴപ്പമില്ലാതെ പോകണു, അത്രേ ഉള്ളൂ. ഇതുപോലെ തന്നെ ലൈഫിൽ പല കാര്യങ്ങളും കണക്ട് ചെയ്തിട്ടുണ്ടാവും. ലൈഫിൽ ഇതുപോലെ പഠിച്ച കുറച്ച് കാര്യങ്ങൾ എന്താ? ഒരിക്കലും ഒരാളെ കണ്ണടച്ച് വിശ്വസിക്കരുത്. ഒരിക്കലും ഒരു കാര്യങ്ങളും തുറന്ന് പറയരുത്. എപ്പോഴും ആരും വിശ്വസിക്കരുത്, അത്രേ ഉള്ളൂ. വിശ്വസിച്ചാൽ ദുഃഖിക്കേണ്ടി വരും പറഞ്ഞാൽ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ നമുക്ക് മനസ്സ് കൊണ്ടാവണ ഒരു അടങ്ങാറുണ്ടല്ലോ, അതുള്ളൂ. ചേഞ്ച്. മുൻപ് ബ്രേക്കപ്പ് ആയപ്പോൾ ഉണ്ടായ ഏറ്റവും സങ്കടകരമായ അല്ലെങ്കിൽ നാണക്കേട് തോന്നിയ ഒരു നിമിഷം പങ്കുവെക്കുക. ഉണ്ടാക്കിയ വരികളിൽ വെച്ച് ഒരു തഗ് കവിത ചൊല്ലുക. മുൻപ് ബ്രേക്കപ്പ് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ആരും തേച്ചിട്ടില്ല. പക്ഷെ എനിക്ക് ലാസ്റ്റ് ഇതിന്റെ മുന്നത്തെ ഒരു ബ്രേക്കപ്പ് മാത്രമേ എനിക്ക് അങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാനാ തേച്ചേ. ഒന്നല്ല, അങ്ങനെയല്ല, ഉള്ളത് പറയണല്ലോ, സത്യം പറയണല്ലോ. ആളൊരു ചെറ്റാണെങ്കിലും സത്യം പറയുള്ളൂ. വിഷമാകാന്ന് പറഞ്ഞാല് അതല്ലേ എന്നെ തേച്ചിട്ടുള്ളൂ, അതല്ലേ വിഷമാവുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ അങ്ങോട്ട് തേച്ചല്ലേ, അതിക്ക് വിഷമം ഉണ്ടാവില്ലല്ലോ. പുതിയ ഇതല്ലേ കരം, അടുത്തത് അതല്ലേ കരം. ഇല്ല, ഇപ്പൊ ഞാൻ സംതൃപ്തനാ. സന്തോഷം. അല്ല, സീരിയസ് ആയിട്ട് ലൈഫിൽ ഏറ്റവും വിഷമം തോന്നിയ ഒരു മൊമെന്റ് ഉണ്ടോ
ഇപ്പം ലൈഫിലെ എന്റെ ഏറ്റവും വലിയ വിഷമം തോന്നിയ മൊമെന്റ് പറഞ്ഞാല് എന്റെ ഒപ്പല്ലോല് ഇന്നെ ചതിച്ചപ്പോ തന്നെ എനിക്ക് അങ്ങനത്തെ ഒരു വിഷമം ഇതുവരെ എന്റെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. അത് ഓവർകം ചെയ്തിട്ടില്ല അല്ലേ? ഞാൻ ഓവർകം ചെയ്യും. പിന്നെ ഇങ്ങനെ ഓരോ മനസ്സിലേക്ക് ഇങ്ങനെ ഇതേപോലെ ഇപ്പൊ നിങ്ങൾ ചോദിക്കുമ്പോഴാണ് അതിനെപ്പറ്റി ആലോചിക്കുമ്പോഴാണ്. അല്ല ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ സന്തോഷമുള്ളൂ. അത് പോയത് നന്നായി. ഇല്ലെങ്കിൽ ഇപ്പൊ ഇനി എത്ര പണികൾ വരാണ്ടായിരുന്നു വെച്ചിട്ടാ. ചെറിയ പണിയിൽ ഒതുങ്ങി. അതാണ് അത് നേരത്തെ അറിഞ്ഞുകൊണ്ട്. അടുത്തത് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ വെറുപ്പിക്കുന്ന ഒരാളുടെ അങ്ങനത്തെ ഒരാളില്ല. വെറുപ്പിക്കുന്ന അങ്ങോട്ട് കയറി വെറുപ്പിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? വെറുപ്പിക്കാന്ന് വെച്ചാൽ ഭയങ്കര മോശമായിട്ടല്ല, ഫണ്ണായിട്ട്. എനിക്ക് ആദ്യം ഒരു ഇതുണ്ടായിരുന്നു, ഇന്നൊരു ട്രോളിന്നൊരു ചങ്ങായി ഉണ്ടായിരുന്നു. അപ്പൊ ഓനോടക്ക് ഭയങ്കര ദേഷ്യായിരുന്നു. ജസീർ പറഞ്ഞിട്ട്. ആദ്യത്തെ ട്രോളായിരുന്നോ? അല്ല, ആദ്യത്തെ ഒരു മനസ്സ് കൊണ്ടൊരു ട്രോളായിരുന്നു. എന്തായിരുന്നു? അതായത് ഞാനൊരു ഇന്റർവ്യൂവിൽ ഇതേപോലെ ഇപ്പത്തെ ചെക്കന്മാരൊക്കെ പണ്ടത്തെ ചെക്കന്മാരെ പോലെയല്ല. ഇപ്പത്തെ ചെക്കന്മാരൊക്കെ അധികം മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇപ്പത്തെ പെണ്ണുങ്ങളാണ് ചെക്കന്മാരെ പോലെ ജിമ്മിലൊക്കെ പോകണെന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചത് എന്താണ്, പണ്ടത്തെ മാതിരി അല്ലല്ലോ. പണ്ട് ആ പെണ്ണുങ്ങളൊന്നും എല്ലാവരും എല്ലാവരും ജിമ്മിൽ പോയിരുന്നില്ലല്ലോ. ഇപ്പം അങ്ങനെയല്ല, അധികം പെണ്ണുങ്ങൾ ജിമ്മിലാണ്. പക്ഷെ ഇപ്പോൾ കുറേ കുണ്ടന്മാരെ പോലത്തെ ചെക്കന്മാർ നടക്കലില്ലേ, മേക്കപ്പും ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടിട്ട്. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പക്ഷെ പറഞ്ഞപ്പോൾ അതിൽ മാറിപ്പോയി. അതിൽ ഈ ജിമ്മിൽ പോണ ചെക്കന്മാരൊക്കെ പാടെ തിന്നങ്ങള് അല്ല അങ്ങനെ ഏറലൊന്നുമില്ല. പക്ഷെ അത് കേൾക്കുമ്പോ ഒരു സങ്കടം. അപ്പൊ ഓനോട് നല്ല ദേഷ്യം. പക്ഷെ പിന്നെ ഞങ്ങൾ അങ്ങനെ ചാറ്റ് ചെയ്ത് ഇപ്പൊ കമ്പനിയാ. സോറി. അതെ. അല്ല ഓള് 80 അല്ല 90. എത്ര 50? ഇപ്പൊ ഞാൻ പറയട്ടെ, 90 കിഡ്സും 2K എപ്പോഴും ഇത് സോഷ്യൽ മീഡിയയിലായാലും ഈ രണ്ട് ദിക്കിലാണ്. ചില കാര്യങ്ങൾ അഭിപ്രായങ്ങളിലായാലും കേൾക്കുന്ന പാട്ടിലായാലും ഞങ്ങൾക്ക് അഭിപ്രായമൊക്കെ സെയിം തന്നെയാ. തോന്നിയിട്ടൊന്നുമില്ല. ഇല്ല, ഇതിന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ നിങ്ങൾക്ക് ആയാലും ഇവിടെ കണ്ടിട്ട് ഇത്ര 10-30 വയസ്സുള്ളൊന്നും തോന്നിയില്ലല്ലോ. ചിങ്ങത്തിൽ 30 ആവൂലേ? 29. അപ്പൊ അങ്ങക്ക് ആയാലും തോന്നണില്ലല്ലോ. അപ്പൊ അതേമാതിരി തന്നെ ശരീരമുള്ളൂ വലിപ്പം വെക്കണ്, ബുദ്ധി അങ്ങനെ വളർച്ചയില്ല. മന്ദബുദ്ധിയാണോ? മന്ദബുദ്ധിനെ പറ്റി പറയണ പോലെ സംസാരിക്കണം. അങ്ങനല്ല, സോറിടാ, സങ്കടം. ഇല്ല, ഞാൻ എനിക്ക് 28 ഈ കൊല്ലം 29 ആവും. അതിനെന്താ, വയസ്സുണ്ടെങ്കിൽ സമ്മതിച്ചു കൊടുക്കണം. അത് ഒരു അഭിമാനമായിട്ട് എടുക്കണം. ഇത്ര കാലം ഒരു കുഴപ്പമില്ല ജീവിച്ചില്ലേ. എനിക്ക് മെയിൽ 29 ആവും. വയസ്സ് കൂടുതൽ ടെൻഷൻ ഉണ്ടോ ശരിക്കും? എങ്ങനെയാണ് ഇവരൊക്കെ കളിയാക്കും, അത്രേ ഉള്ളൂ. എനിക്ക് വയസ്സ് കൂടുമ്പോ ടെൻഷൻ ഉണ്ട്. കല്യാണം കഴിക്കണം പെട്ടെന്ന്, അതിന്റെ ടെൻഷൻ. കല്യാണം കഴിക്കണ ടെൻഷൻ അല്ല, മരിച്ചോലോ. അതായത് ഇപ്പൊ നമുക്കിപ്പോ ഒരു പടച്ചോൻ തന്നൊരു ഏജ് ഉണ്ടാവുമല്ലോ, ആദ്യം തന്നെ എഴുതി വെച്ചിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ കേട്ടോ വിശ്വസിക്കണേ. അപ്പൊ ആ ടൈമായ പോണ്ടേ. കളിയാക്കല്ലേ, മരണത്തിനെ പറ്റി കളിയാക്കല്ലേ. ഏത് പ്രായത്തിൽ കല്യാണം കഴിക്കണം? എനിക്കിപ്പോ കല്യാണം കഴിക്കണം എന്നാണ് ആഗ്രഹം. അങ്ങനെയല്ല, ഈ ഒരു ഏജില് അങ്ങനെ. അതാകുമ്പോ ഉള്ളു കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ കുട്ടികളൊക്കെ നമ്മളെ നോക്കുള്ളൂ. ഇല്ലെങ്കിൽ നമ്മള് കുറച്ച് കഴിഞ്ഞാൽ നമ്മളെ എനിക്കൊരു 50 വയസ്സാകുമ്പോൾ എന്റെ ചെറുക്കന് ചിലപ്പോ ഒരു 15 വയസ്സായിട്ടുള്ള ഉണ്ടാവുക. ഞാൻ പെട്ടെന്ന് കല്യാണം കഴിച്ച് സെറ്റിൽ ആവും. ഞാനിപ്പോ അതാണ്, ഞാൻ ഇപ്പൊ സേവിങ്സ് ഒക്കെ കല്യാണത്തിന് ഉണ്ടാക്കണേ. കല്യാണത്തിന് വേണ്ടി സേവിങ്സ് ഉണ്ടാക്കുന്ന ഒരു കുട്ടി. അതെ, ഞാൻ എന്റെ കല്യാണം ഇപ്പടുത്തുണ്ടാവും. ഇപ്പടുത്തല്ല, കല്യാണമല്ല, എൻഗേജ്മെന്റ് ഉണ്ടാവും. എന്റെ എല്ലാ എക്സിനോടും ബൈ ബൈ പോവുകയാണ്. ശരിക്കും ഇപ്പത്തെ ആൺകുട്ടികൾക്ക് കല്യാണം കഴിക്കാൻ പേടിയാ. കല്യാണം വേണ്ട, പെൺകുട്ടികളായാലും കല്യാണം വേണ്ട എന്നൊക്കെ പറയുമ്പോ ഒരു കുട്ടി എനിക്ക് കല്യാണം കഴിക്കണം. കല്യാണം അതെന്താ വെച്ചാല് ഇപ്പൊ മനസ്സിലാവൂല. നമ്മളൊരു തന്തായ്പില് ചിന്തിക്കുമ്പോ മനസ്സിലാവും. പ്രായം കഴിഞ്ഞാൽ നമ്മളെ നോക്കാനൊന്നും ആരും ഉണ്ടാവില്ല. ഇപ്പത്തെ മക്കൾ തന്നെ ഇപ്പൊ മാതാപിതാക്കളൊന്നും നോക്കണില്ല. കുറച്ചും കൂടി കഴിഞ്ഞാൽ അതും ഉണ്ടാവില്ല. അപ്പൊ നമ്മളൊരു നീ അങ്ങനെ ചിന്തിച്ചിട്ടാണോ എടി ഇതൊക്കെ കല്യാണം കഴിക്കണം പറഞ്ഞാൽ വെറും അല്ല, അങ്ങനല്ല, വെറും നമ്മളെ മനസ്സിൽ കാണുന്ന സാധനത്തിനല്ല. അല്ല, അതിന് മാത്രല്ല കല്യാണം കഴിക്കണ പറഞ്ഞാല് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് പ്രായമാകുമ്പോഴത്തേന് നമ്മളെ മക്കള് വലുതായിട്ട്
നമ്മൾ സെറ്റിൽ ആവണം. ഒരു 40 വയസ്സൊന്നും കഴിഞ്ഞാൽ നമ്മളെ കജ്ജൊന്നും ഇങ്ങനെ പൊക്കാൻ വയ്ക്കൂല. നമ്മളെ ലൈഫ് സ്റ്റൈൽ ഇപ്പം അങ്ങനെ, നമ്മൾ അങ്ങനത്തെ ഫുഡാണ് കഴിക്കണത്, അങ്ങനെ ആക്കണേ. അപ്പോൾ നമുക്ക് ഉണ്ടാവില്ല അതിനുള്ള ഇതുണ്ടാവില്ല. അത് കഴിഞ്ഞാൽ നമുക്ക് അധ്വാനിക്കാനുള്ളൊരു ഇതുണ്ടാവില്ല. അപ്പം നമ്മളെ മക്കളെ നമ്മളെ നോക്കണം. അതുകൊണ്ടാണ് കല്യാണം കഴിക്കണത്. പിന്നെ ശരിക്കും കല്യാണം കഴിക്കുന്നത് വയസ്സാം കാലത്ത് കുട്ടികളെ നോക്കണം. ഇതിനാണ് അങ്ങനെയല്ല, കല്യാണം കഴിക്കണം പറഞ്ഞാൽ നമ്മൾക്ക് ലൈഫ് സെറ്റിൽ ആവണം. ഫസ്റ്റ് നീ എന്താ പറഞ്ഞേ? കല്യാണമൊക്കെ കഴിക്കേണ്ട ഒരു സുഖമൊക്കെ വേണ്ട ജീവിതത്തില്, അങ്ങനെ നീ അതും വേണം. അതാണ് മെയിൻ. നീ അതും പറ. അതും ഉണ്ടാവല്ലോ. പിന്നെ പിന്നെ സോക്കേസ് എടുത്തേക്കാനാ. പെണ്ണിന്റെ വീട്ടുകാര് വന്ന് ചോദിക്കുമ്പോ നീ ഒരു ഇൻഫ്ലുവൻസർ അല്ലേ, അല്ലെങ്കിൽ ഒരു കോണ്ടന്റ്, ഇതൊരു ജോലി. ഓളമ്മ എന്റെ ഗേൾ ഫ്രണ്ടിന്റെ അമ്മേ, ഞാനോളും ഇങ്ങനെ ഒപ്പം ഇങ്ങനെ എന്റെ കോളേജിലാണേ ഓള് പഠിച്ചിരുന്നത്, ബാംഗ്ലൂര്. ഞാനും ഓളെ കൈ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഇരുന്ന് വർത്താനം പറയാണ്. അതിൽ ഓളമ്മ ഇങ്ങനെ ഇരുന്ന് വിളിക്കണ്ട. അപ്പൊ ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ ഓളമ്മന്റെ വീഡിയോ കണ്ടീന്. അപ്പൊ മോളെ ആ സൂപ്പർ വാവ എന്റെ കോളേജിൽ അത്രേ, അവന്റെ മുമ്പ് കൂടി ഒന്നും പോവല്ലേ. സത്യത്തില് ശരിക്കും ഉണ്ടായതാ. എന്റെ അപ്പുറത്ത് കേട്ടാ പറയണേ, പാവം. വീട്ടിലറിയോ? എന്റെ വീട്ടിലറിയാ, ഓളെ വീട്ടിലറിയില്ല. ഓളെ വീട്ടില് ഞാൻ അപ്പുറത്ത് പറയും. പക്ഷെ എന്താ വെച്ചാല് ഓൾക്കൊരു താത്ത, ഓളെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല, അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. തലയിരിക്കുമ്പോ വാലാടാൻ പറ്റില്ല. ഇപ്പൊ ഈ ജോലി എന്ന് പറയുമ്പോ ഇൻഫ്ലുവൻസർ, കോണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇത് നമുക്ക് ഇപ്പോഴാണ് ആളുകളുടെ ജോലിയായിട്ട് അതിനെ കാണുന്നു തുടങ്ങി. പക്ഷെ ഇത് എപ്പോ വേണമെങ്കിലും പോവാം. യൂട്യൂബ് ആയാലും നമുക്ക് അതിന് എപ്പോഴും സ്ഥിരത ഉണ്ടാവില്ലല്ലോ. പക്ഷെ ഒരു ജോലി അല്ലെങ്കിൽ ഒരു ബിസിനസ് ഐഡിയ എന്തെങ്കിലും കാണുന്നുണ്ടോ മനസ്സിലായി? ബിസിനസ് ഐഡിയ പറഞ്ഞാൽ എനിക്കിപ്പോ വേറെ ഇതല്ലാതെയും പരിപാടി ഉണ്ട് കേട്ടോ. റിസോർട്ട് ബുക്കിംഗ് അങ്ങനത്തെ പരിപാടി ഉണ്ട്. ബിസിനസ് ഐഡിയ പറഞ്ഞാൽ എന്റെ മൈൻഡിലുള്ള ഒരു സാധനം, ഇപ്പൊ എന്തെങ്കിലും റയർ ആയിട്ടൊരു പുറത്തത്തെ തായ്ലൻഡത്തെ അവിടുത്തെ ഒരു ചെറിയൊരു സ്റ്റോൾ പോലത്തെ ഒരു ഫുഡ് ഐറ്റം, ഇപ്പൊ ഹണി ഗ്രേപ്പ് ഒക്കെ അല്ലേ, അതുപോലത്തെ ചെറിയ ഔട്ട്ലെറ്റുകൾ ഉണ്ടാവുമല്ലോ. നമ്മളെ ഫ്രാഞ്ചൈസി പോലെ കൊടുത്തിട്ട് ഒരൊറ്റ സാധനം മാത്രം ഫോക്കസ് ചെയ്ത്, ഞാൻ ഇപ്പോൾ ഒരു മാംഗോ ഫോക്കസ് ചെയ്തിട്ട് ഒരു പരിപാടി ആണ് എന്റെ മൈൻഡില്. മാംഗോ സ്റ്റിക്ക് റൈസ്, അതുപോലെ തന്നെ തായ്ലൻഡിലെ മാംഗോന്റെ സോപ്പുകള്, അങ്ങനത്തെ മാംഗോ ബേസ്ഡ് ആയിട്ടുള്ള സംഭവങ്ങള്. പക്ഷെ എന്താ വെച്ചാല് അത് തുടങ്ങാത്ത എന്താ വെച്ചാല് എല്ലാ മാസം മാംഗോ കിട്ടൂല, സീസണൽ ഫ്രൂട്ട് ആണ്. അപ്പൊ 6 മാസം പണിക്ക് പോവാ, 6 മാസം വരെ അത് നടക്കൂലല്ലോ. അതുകൊണ്ട് ആ പ്ലാൻ ഡ്രോപ്പ് ആക്കി. എല്ലാ സീസണിലും കിട്ടുന്ന ഒരു ഫ്രൂട്ട് വെച്ച് തുടങ്ങി. എല്ലാ സീസണിലും കിട്ടും. ആപ്പിളോ? ആപ്പിൾ സീസൺ അല്ലല്ലോ. ഓറഞ്ച് അല്ല, അല്ല എന്തെങ്കിലും ചിന്തിക്കണം. തേങ്ങ, അത് നടക്കും. തേങ്ങ, പക്ഷെ തേങ്ങ ഒന്നും ആൾക്കാർക്ക് ഒരു ഇതുണ്ടാവില്ല. എന്തേലും സെറ്റ് ആക്കണം. അല്ല അങ്ങനെ ഒരു പ്രത്യേകിച്ച് പ്ലാനൊന്നും ഇല്ല. പിന്നെ എന്താ വെച്ചാൽ ഒക്കെ ഈ ഇൻഫ്ലുവൻസർമാർക്കൊരു സുഖമുള്ളത് എന്താ വെച്ചാൽ നമ്മള് പണിക്ക് പോവാൻ ചിന്തിക്കേണ്ട കാര്യമില്ല. നമുക്ക് ഓരോ ആൾക്കാരിങ്ങനെ ഒരു ചെയ്തോളും, നമ്മൾ വെറുതെ ഇങ്ങനെ. ഞാൻ ഇപ്പൊ എന്റെ എല്ലാ ബിസിനസ്സും അങ്ങനെ തന്നെയാണ്. ഞാൻ അതിലൊന്നും നോക്കണമൊന്നുമില്ല. ഒക്കെ വേറെ ടീം എടുത്ത് നടത്തണു, എന്റെ പേരിലേ പോണു, അങ്ങനെ ഉള്ളു. അല്ല, ഞാൻ ബുദ്ധിമുട്ടുണ്ട്. ഇതിലെന്തേലും ഓലെന്തേലും ഉടായിപ്പണ്ട് എന്റെ തന്തൊക്കെ കളിക്കുക. ഇപ്പൊ റിസോർട്ട് ബുക്കിംഗ് തന്നെ ഇപ്പൊ വയനാട്ടിലേക്ക് എടുത്ത് ഊട്ടിക്ക് മാറിപ്പോയി കഴിഞ്ഞാല് എന്റെ തന്തൊക്കെയല്ലേ വിളിക്കുക. ശരിക്കും ഇപ്പൊ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന ഒരാളാണ്. അതുപോലെ ഒരു കോമഡി ഉണ്ട്, പക്ഷെ എന്റെ ബ്രാൻഡിങ്ങിന് ബാധിക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത്. ഇതെന്താ വെച്ചാലേ എന്റെ ഒരു എന്റെ ഒരു ഫ്രണ്ടിന്റെ അമ്മായിക്ക് തന്നെ എടുത്ത് കൊടുത്തത്. ഇപ്പൊ സാബുല്ലേ, ഇപ്പൊ നേരത്തെ വിളിച്ചില്ലേ, ഓനാണ് എന്റെ ബുക്കിംഗ് ഒക്കെ എടുക്കണത്. ഓനാണ് എന്റെ പാർട്ണർ, ഓനാണ് ബുക്കിംഗ് എടുത്തത്. ഇവനോട് മൂന്നാർക്ക് ബുക്ക് ചെയ്യാൻ പറഞ്ഞ ഒരു റിസോർട്ട്, ഇവനാണ് നേരെ വയനാട്ടിൽ കുക്ക് ചെയ്തിക്കണ്. വയനാട്ടിൽ റിസോർട്ട് കൊടുത്തിക്കണ്. എന്നിട്ട് എന്ത് ചെയ്തിക്കണ്, ഈ പൊട്ടനെ ആ ലൊക്കേഷനൊക്കെ വിട്ടുകൊടുത്തിക്കണ്. ഈ എന്റെ ഫ്രണ്ടിന്റെ അമ്മായി മണ്ടത്തി എന്ത് ചെയ്തിക്കണ്, ലൊക്കേഷൻ ഇട്ട് നേരെ വയനാട്ടിൽ പോയിക്കണ്. അവിടെ എത്തിയോക്കുമ്പോൾ അത് വയനാടാണല്ലോ ഉണ്ടായ സംഭവമാണ്. ആൾക്കാർ വിശ്വസിക്കില്ല, ഉണ്ടായ സംഭവമാണ്. പരിചയപ്പെടാം, അടുത്ത ഇന്റർവ്യൂ കൊണ്ടുവരാം. ഇപ്പം ഓൾറെഡി ഇപ്പം ബിസിനസ് ഐഡിയാസ് പുതിയതായിട്ട് തുടങ്ങുന്നുണ്ടെന്ന് പറഞ്ഞു. ഇപ്പം പുതിയ ഓരോ സമയത്ത് നിങ്ങളുടെ കോണ്ടന്റിൽ വരുമ്പോൾ കുറെ ഐഡിയാസ് പുതിയത് കൊണ്ടുവരണം. എല്ലാവരും ചെയ്യുന്ന സാധനങ്ങൾ കൊണ്ടുവരരുത്. ഇപ്പൊ ബിസിനസ് ആയിട്ട് നമ്മുടെ ഓൺ ഒരു പുതിയ സാധനങ്ങൾ കൊണ്ടുവരണം. സോ അതിന് ഓൾറെഡി എപ്പോഴും ട്രൈ ചെയ്യാറുണ്ടോ? ഞാൻ പുതിയത് കൊണ്ടുവരാൻ ട്രൈ ചെയ്യും. പക്ഷെ എന്താ വെച്ചാൽ എല്ലാരും ഇതല്ലേ പരിപാടി, എല്ലാരും കൊണ്ടുവരണം. ഇനി കൊണ്ടുവരാത്തൊന്നുമില്ല. അപ്പൊ ഇനി എന്തെങ്കിലും ഇങ്ങനെ തിങ്ക് ചെയ്യണം. അപ്പൊ ഈ മാംഗോ സ്റ്റിക്ക് റൈസ് ഒക്കെ ഞാൻ ഇങ്ങനെ ഇതാക്കി വെക്കുമ്പോ ഇപ്പൊ നമ്മളെ കോഴിക്കോട് തന്നെ ആദാമിന്റെ ചായക്കടയിലൊക്കെ ഉള്ളു. അതും ആർക്കും അറിയൊന്നുമില്ല, ഇതിനായിട്ടൊരു കടയൊന്നുമില്ല. പക്ഷെ ഈ നിങ്ങൾക്ക് അറിയാലോ, മാംഗോ സ്റ്റിക്ക് റൈസിനൊക്കെ ഒരുപാട് ഫാൻസില്ല ഇതല്ലേ, സംഭവം ഒന്നുമില്ല, പണിയൊന്നുമില്ല.
പക്ഷെ കിട്ടാനില്ല. മാങ്ങ കിട്ടാൻ ഭയങ്കര റയറാ. ഇനി ഞാൻ പറഞ്ഞിട്ട് നിങ്ങളാരും തുടങ്ങല്ലേ കേട്ടോ. അത് ഞങ്ങളുടെ ഐഡിയ ഞങ്ങളെ ഐഡിയ കോപ്പറേറ്റ് അടിക്കൂ. നമ്മൾ സ്വന്തമായിട്ട് ഒരു മാങ്ങമരൊക്കെ വെച്ച് മാവൊക്കെ അതിന് മാങ്ങമരം വെച്ചിട്ട് കാര്യമില്ല, ഇത് ഉണ്ടാവേണ്ട എല്ലാ മാസവും. പിന്നെ കിട്ടും, ഫ്രോസൺ ഒക്കെ കിട്ടും. പക്ഷെ നമ്മളാ കൊടുക്കുന്ന റേറ്റിന് നമുക്ക് ശരിയാകൂല. എല്ലാം ചിന്തിക്കണ്ടേ. ഞാൻ ഈ മണ്ടന്റെ മാതിരിക്കണം നോക്കണ്ട. മണ്ടനാണ്, പക്ഷെ ചില ടൈമിലേക്ക് നല്ല ബുദ്ധിയാ. ചില ടൈം ചില ടൈമിൽ ഇതൊന്നും ഇതിനോടൊന്നും പറയാൻ പറ്റിയ കാര്യമില്ല. ഇതൊക്കെ നമ്മളെ പോലെ ബുദ്ധിയില്ലോല് മാത്രം. ആ കുത്തലിന് എന്തോ ഒരു ഇതില്ലേ. ഫോണിലെ ഗാലറി ഓപ്പൺ ചെയ്ത് അവസാനം എടുത്ത 3 ഫോട്ടോകൾ ക്യാമറയിൽ കാണിക്കുക. എഡിറ്റ് ചെയ്യാത്ത ഫോട്ടോസ് ആയിരിക്കണം. സ്ക്രീൻഷോട്ട് ഒന്നും ആവരുതേ. ഒന്നിന്റെ കൈയട്ടി സ്ക്രീൻഷോട്ട് ആയതാ. രണ്ടാമത്തെ എന്റെ ഗേൾ ഫ്രണ്ട് ഇതാ. പിന്നെ ഒരു ഇതാണ്, അത് ഒരു പാവപ്പെട്ട ആൾക്കാർക്ക് പൈസ ഇട്ടോടാ. റീൽസിൽ കണ്ടിട്ട് അത് സ്ക്രീൻഷോട്ട് എടുത്ത് സ്കാനർക്ക് ഇട്ടോടാ. നമ്മൾ എന്തെങ്കിലും ഒരു സ്റ്റോറി ഇടുന്നതായാലും ഇപ്പൊ ഒരു പ്രൊമോഷൻ ആയാലും എല്ലാ കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യണം. എപ്പോഴാ പണിയിട്ടുന്നേ അറിയത്തില്ല. അപ്പൊ അതിൽ ഭയങ്കര ശ്രദ്ധ നിങ്ങൾ രണ്ടുപേരും. ഞാൻ നല്ല ശ്രദ്ധിച്ചുള്ളൂ. ഈ പറഞ്ഞ മാതിരി ഗെയിമിങ്ങിനൊക്കെ നല്ല ഓഫർ വന്നിനാ. ഗെയിമിങ്ങിന്റെ ആപ്പ് ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ആ റീച്ച് അയക്കുന്ന ടൈമിലാണ് ഈ സാധനമൊക്കെ ഇങ്ങനെ കയറും. 12 ലക്ഷം റുപ്യൊക്കെ ഒരു മറ്റേ എന്തോ ഒരു ഗെയിമിംഗ് ഉണ്ട്, രാജേ ചെയ്തിട്ടുണ്ട്. എനിക്ക് 12 ലക്ഷം റുപ്യൊക്കെ ഓഫർ ചെയ്താ. പക്ഷെ ഞാൻ ചെയ്തില്ല. കാരണം എന്താ വെച്ചാല് ആൾക്കാരെ പറ്റിച്ച് ഉണ്ടാക്കണ പൈസ ഒന്നിനും നല്ലതല്ല. മറക്കാനാവാത്ത പറഞ്ഞാല് എപ്പോഴും നമുക്ക് ഫസ്റ്റ് ഒരു അത്യാവശ്യം ഒരു ഫാനായിട്ട് വരുന്ന ഒരാൾ ഓർമ്മ ഉണ്ടാവല്ലോ. അതെന്താ വെച്ചാൽ സൂപ്പർ വാവായിട്ടല്ല, ഞാൻ അതിന് മുന്നേ ഫുട്ബോളിൽ ഉണ്ടായിന്. ആ ടൈമിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാം, ഞാൻ പറഞ്ഞില്ലേ 8 വർഷമായിട്ട് ഞാൻ അതിലുണ്ട്. അപ്പൊ നമ്മളൊന്നും അധികം ആൾക്കാർ മൈൻഡ് ആക്കുന്നില്ല. പക്ഷെ റാഷിദ് പറഞ്ഞൊരു ചങ്ങായി ഉണ്ടായിരുന്നു മലപ്പുറത്തിലെ. ഓന് എന്നെ കാണാനായിട്ട് കോഴിക്കോടൊക്കെ വന്നിരുന്നു. അന്നൊന്നും ആകെ 25 കേക്കുള്ളൂ കേട്ടോ. അത് നമുക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവമാണ്. അത് കഴിഞ്ഞിട്ട് ഇനി എത്ര ആൾക്കാർ എന്ത് സമ്മാനം കൊണ്ട് വന്നാലും നമുക്ക് ഫസ്റ്റ് വരുന്ന ഒരു സാധനം ഉണ്ടാവില്ല, അത് ഉണ്ടാവുമല്ലോ. അത് നല്ലൊരു മൊമെന്റ്. മിസ് ചെയ്യണ്ടോ വെച്ചാല് കാണുമ്പോ അങ്ങനെ ഒരു പൂതിയാവുമല്ലോ. പിന്നെ എന്താ വെച്ചാല് അത് നമുക്ക് വിധിച്ചല്ല. അത് പക്ഷെ അതിൽ നിൽക്കുകയാണെങ്കിൽ അതിൻ്റെതായ കുറെ പ്രശ്നങ്ങളുണ്ടാവും. പഠിച്ചവന് ഇതാണ് എനിക്ക് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, മാനിഫെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ. അതായത് നമ്മളെ മനസ്സിലുള്ള ഒരു ആഗ്രഹം. ഞാൻ ഫുട്ബോളർ ആയത് തന്നെ എന്താ, ഫുട്ബോളർ ആവാനുള്ള താല്പര്യം പറഞ്ഞാൽ ഇന്ന കുറെ ആൾക്കാരെ അറിയണം, സെലിബ്രിറ്റി ഉണ്ടല്ലോ, ഫാൻസ്, അങ്ങനത്തെ ഒരു സാധനം എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടാണ്. അതൊക്കെ ആഗ്രഹിച്ചിട്ടാണ് നമ്മൾ ഫുട്ബോൾക്ക് കടക്കുന്നത്. പിന്നെ നമ്മൾക്ക് അങ്ങനെ ഫുട്ബോളിനോട് ഭയങ്കര താല്പര്യം തോന്നണല്ലേ. ഞാൻ അങ്ങനെയാണ് ഫുട്ബോൾക്ക് കടന്നത്. പക്ഷെ എന്താ വെച്ചാല് എന്തോ ഒരു ഭാഗ്യം കൊണ്ടല്ല, പടച്ചോന് എനിക്ക് അത് തന്നില്ല. അപ്പോ അതിന് പകരമായിട്ട് ആഗ്രഹിച്ച പോലെ പടച്ചോന് എനിക്ക് ഇങ്ങനത്തെ ഒരു ലൈഫ് തന്നു. എനിക്ക് ആ ഫുട്ബോൾ ആയിക്കാണെങ്കിൽ ആ ഗാലറിയിൽ കുറച്ച് ആൾക്കാരുള്ള ഉണ്ടാവുക, ഫാൻ ഫോളോയിങ് ആയിട്ട്, അല്ലെങ്കിൽ കുറച്ച് ആണുങ്ങൾ മാത്രമുള്ള ഉണ്ടാവുക. ഇപ്പൊ പെണ്ണുങ്ങളും വല്യമാരും വല്യപ്പാരൊക്കെ എല്ലാരും കണ്ടാലൊക്കെ അറിയാലോ. ആണ് നമ്മൾ ആഗ്രഹിച്ചൊരു സാധനം എന്തായാലും അതിയായി ആഗ്രഹിച്ചാൽ കിട്ടും. നമ്മളെപ്പോഴും എന്തെങ്കിലും ആഗ്രഹിച്ചാൽ തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും നമ്മളിന്ന് വിട്ടുപോകില്ല. വലുത് വരും, അതാണ്. ചെറുതിൻ്റെ പോയി വലുത് തന്നു. ഞാൻ വലുതായിട്ട് സംസാരിക്കണത് ആദ്യമായിട്ട് സത്യമായിട്ട് കേൾക്കണം. ഞാൻ ആദ്യമായിട്ടല്ലേ ബുദ്ധിയുള്ള ആൾക്കാരാണ്. എന്നാലും പറയും അല്ല, ഇവൾക്ക് ഒരു കൊട്ടെടുക്കുന്ന ഒരു സുഖം. ഇനി മുണ്ടൂല, 2 ദിവസം മുണ്ടൂല. ഇതൊക്കെ നമുക്കൊരു ഹെഡ്ഫോൺ ഗെയിമിലേക്ക് പോയാലോ? റെഡിയാണോ? ഒരു ബൗളില് കുറച്ച് ഡയലോഗ്സ് ഞങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാള് ഹെഡ്ഫോൺ വെക്കുക. അപ്പൊ ഞങ്ങൾ വലിയ വോളിയത്തില് സോങ് പ്ലേ ചെയ്യും. അപ്പൊ ഇപ്പഴത്തെ ആള് എന്താണോ എടുത്തിട്ട് എന്ത് വേണം അത് അവരെ കൊണ്ട് പറയിപ്പിക്കണം. ഇവൾക്ക് ഹെഡ്സെറ്റിന്റെ ആവശ്യമൊന്നുമില്ല. അവൾക്ക് ഒന്നാമത് പ്രായമുണ്ട്, ചെവി കേൾക്കൂല. എന്തിനെങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നത്? അല്ല, പ്രായമില്ല എനിക്ക്. ഒന്ന് എഴുതിട്ട് ചെവി കേൾക്കാനുണ്ടാ? ചെറുതായിട്ട്. ഇവിടുന്ന് ഇറങ്ങി അവിടുന്ന് സൗണ്ട് കേട്ടാ പുറത്ത് വരരുത്. ഓക്കെ, പുറത്തുനിന്ന്. അപ്പൊ പൗളിന് ഇഷ്ടപ്പെട്ട ഒരു വേർഡ് എടുക്കാം. ഇഷ്ടമുള്ളത് ഒന്ന് എടുക്കൂ. എന്താ കിട്ടിയതെന്ന് പറയണേ. പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി പണ്ഡിതൻ,
അനുഭവം പഠിപ്പിക്കുന്നവൻ പൂർണ്ണ പണ്ഡിതൻ. ഇതിനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കണം. സിമ്പിൾ അല്ലേ? പഠിപ്പിച്ചാൽ. പഠിപ്പിച്ചാൽ. ആ ഓക്കെ ഓക്കെ ഓക്കെ. പഠിപ്പിച്ചാൽ. ആ പഠിക്കുന്നവൻ. പശുവിനെ വിളിച്ചു എന്നാ. എന്ത്? പഠിപ്പിച്ചാൽ പശുവിനെ വിളിച്ചു. സിനിമ പേരാ? ഒരു സ്ഥലപ്പേരാ? സെന്റൻസ്. സെന്റൻസ്. ആ പഠിപ്പിച്ചാൽ. ആ പഠിക്കുന്നവൻ. പഠിക്കുന്നവൻ. ആ പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ. പാതി. മാഷ്. പാതി. ഹാഫ്. 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 പാതി. 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 പഠിപ്പിച്ചാൽ പറ്റുന്നവൻ പാതി. അല്ല പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. ആ പണ്ഡിതൻ. മണ്ടൻ. അല്ലേ? അല്ലേ? പണ്ഡിതൻ. പണ്ഡിതൻ. ഓരോ വേർഡ് പറ. പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. ടീച്ചർ. ടീച്ചർ. ആ ടീച്ചർ. ഇതൊക്കെ പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. ഇനി ബാക്കി പറഞ്ഞായി. പണ്ഡിതൻ. മാനേജർ. ടീച്ചറിന്റെ മലയാളം. ടീച്ചർ. എന്തിനാ? ടീച്ചർ. മാം. ബാമോ? ടീച്ചർ. ചെയിൻ. എല്ലാം മച്ചടാ. പണ്ഡിതൻ. മണ്ടൻ. നീ അതിന്റെ ഓപ്പോസിറ്റ്. അതിന്റെ ഓപ്പോസിറ്റോ? പൊട്ടൻ. മണ്ടൻ. ഞാനോ? ആ മണ്ടൻ ഓപ്പോസിറ്റ്. മണ്ടന്റെ ഓപ്പോസിറ്റ് ബുദ്ധിമാൻ. പണ്ഡിതൻ. പഠിപ്പിസ്റ്റ്. പണ്ഡിതൻ. പണ്ഡിതൻ. മാനേജർ. മണ്ടന്റെ ഓപ്പോസിറ്റ് മാനേജറാ. ഒന്നുകൂടി പറ. പണ്ഡിതൻ. മാ. പാ. പാ. ആ മാ പാ. മണ്ടന്റെ ഡാ. മണ്ടൻ. 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 എടാ ഡാ. ഡാ. ടാ. മപ്പട്ട. മനസ്സിലാവുള്ളടാ. മണ്ടൻ. നീ മണ്ടൻ. ആ ഡാ. ഡാ. മണ്ടൻ. ഡാ. ടാ. ആ പണ്ഡിതൻ. സത്യമായിട്ട് മാനേജർ എന്നാ കേക്കണ്. അടുത്ത വീട് പറഞ്ഞോ. അനുഭവം. അനുഭവം. പഠിപ്പിക്കുന്നവൻ. പഠിക്കുന്നവൻ. പഠിപ്പിക്കുന്നവൻ. 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 ആ പഠിപ്പിക്കുന്നവൻ. പഠിപ്പിച്ചാൽ പഠിക്കുന്നവൻ പാതി. പണ്ഡിതൻ. പണ്ഡിതൻ. ആ പണ്ഡിതൻ. കേട്ടാ? നീ കേട്ടാ? കേട്ടാ? ഇല്ലല്ല ഇത് കേട്ടാ. പണ്ഡിതൻ. ആ അനുഭവം പഠിപ്പിക്കുന്നവൻ. അനുഭവം പഠിപ്പിക്കുന്നവൻ. പൂർണ്ണ പണ്ഡിതൻ. പൂർണ്ണ പണ്ഡിതൻ. പൂർണ്ണ. തെറിയാണോ? പൂർണ്ണ. 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 പൂജ. പൂർണ്ണ. പൂർണ്ണത. പൂർണ്ണ. നാ കട്ടിയേ. ദാ കട്ടയ. അതിന്റെ അപ്പുറത്ത് കട്ടയ. പൂ. ജ. പൂർണ്ണ. 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 പൂജ. പൂർണ്ണ. നേരത്തെ നീ പറഞ്ഞത് പൂർണ്ണ. പൂർണ്ണ. പോക. പൂർണ്ണ. കിട്ടണില്ല. സത്യമായിട്ട് കിട്ടില്ല. പൂർണ്ണ. പൂർണ്ണത. ആ പൂർണ്ണതയിലെ താ ഇല്ല. നാ ഇല്ല. പൂർണ്ണ. പൂർണ്ണ. പറ എന്താ? പറ ഫുൾ. അയ്യോ. പൂർണ്ണ. അനുഭവം പഠിപ്പിക്കുന്നവൻ പൂർണ്ണ. പൂർണ്ണ പണ്ഡിതൻ. മണ്ടൻ. പൂർണ്ണ പണ്ഡിതൻ. പണ്ഡിതൻ. നല്ല റിസ്ക് വിചാരിക്കണ കാര്യമില്ല. ഇനി ഞാൻ പറയാം. ഓക്കെ.